നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസത്തിലേക്ക് കൂടിയാണ് നമ്മൾ കടക്കുന്നത്. ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. അമേരിക്കയിൽ വൈറ്റ് ഹൌസിന് നേരെ വെടിവെപ്പ്, 2 പേർക്ക് പരിക്ക്, അക്രമി കസ്റ്റഡിയിൽ. ആക്രമണം ട്രംപ് വൈറ്റ് ഹൌസിൽ ഉണ്ടായിരുന്നപ്പോൾ. അൻസിബ ഹസന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്നേക്കും. ടിനി ടോമിനെ പുറത്താക്കണമെന്ന് അൻസിബ ഹസൻ. പരാതി ആസൂത്രിതമെന്ന് അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ ഖേൽക്കർ ഇന്ന് ചുമതലയേൽക്കും. ഖേൽക്കറുടെ നിയമനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം. തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നടപടിയെന്ന് സിപിഎം സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും മിന്നലിനും സാധ്യത. 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. കാലവർഷം മറ്റന്നാൾ കേരള തീരത്ത് എന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഇന്ത്യ US വ്യാപാരം ശക്തിപ്പെടുത്താൻ ധാരണ. $500 ബില്യൺ കരാറിൽ ഒപ്പിട്ടു. പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി ഇന്ന് കൂടിക്കാഴ്ച. വാർത്തകൾ വിശദമായി നോക്കാം. അമേരിക്കയെ ഞെട്ടിച്ച് വൈറ്റ് ഹൌസിന് സമീപം വെടിവെപ്പ്. 30 റൗണ്ട് വരെ വെടിവെച്ച് കേട്ടു. 2 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാൾ അക്രമിയാണ്. അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തി. വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, രൂക്ഷമായൊരു സംഭവമാണ് പുറത്തു വരുന്നത്. അമേരിക്കയെ ഞെട്ടിച്ചുള്ള ഒരു വെടിവെപ്പാണ് നടന്നിരിക്കുന്നത്. ഇത് ട്രംപിനെ ലക്ഷ്യം വെച്ചാണ് എന്നുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് യാഥാർത്ഥ്യം? അനുശ്രീ, തുടരെ ഇങ്ങനെ ട്രംപിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ വെടിവെപ്പുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് വൈറ്റ് ഹൗസിലേക്ക് ഇങ്ങനെ വൈറ്റ് ഹൗസിന് സമീപം വെടിവെപ്പുണ്ടായത്. ഏതാണ്ട് 30 റൗണ്ട് വെടിവെച്ച് കേട്ടു എന്നതാണ്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ വൈറ്റ് ഹൗസിലുള്ളപ്പോഴായിരുന്നു ഇങ്ങനെ വെടിവെപ്പുണ്ടായത്. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരികെ വെടിവെച്ചു. ഇതിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു സിവിലിയനും അതോടൊപ്പം തന്നെ ഈ അക്രമിയുടെ നില ഗുരുതരമാണ്. ആ തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും. മാത്രമല്ല, ഈ വെടിവയ്പ്പിന് തൊട്ട് പിന്നാലെ തന്നെ വൈറ്റ് ഹൗസിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. മണിക്കൂറുകൾ അത് നീണ്ടു നിന്നു. സുരക്ഷയെ കരുതിയുള്ള നടപടി എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെയും ഇങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് വിരുന്ന് നൽകുന്ന സമയത്ത് ട്രംപ് ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്ന സമയത്തായിരുന്നു വെടിവെപ്പ് ഉണ്ടായത്. അന്നും അക്രമിയെ കീഴ്പ്പെടുത്തി. അതിനു മുൻപും ഈ തരത്തിലുള്ള വെടിവെപ്പ് ഉണ്ടാവുകയും തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ട്രംപിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ മാധ്യമപ്രവർത്തകർക്ക് വിരുന്ന് നൽകുന്നതിന് ആ സംഭവത്തിന് തൊട്ട് പിന്നാലെയാണ് JD വാൻസിൻ്റെയും മാർക്കോ റൂബിയോയുടെയൊക്കെ തന്നെ വാഹനവ്യൂഹം കടന്നുപോയ സമയത്തും ഈ തരത്തിലുള്ള വെടിവെപ്പുണ്ടായത്. ആ തരത്തിൽ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ കടന്നുപോകുന്ന വഴികളിൽ ഇങ്ങനെ വെടിവെപ്പുണ്ടാകുന്നു, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് വെടിവെപ്പുണ്ടാകുന്നു. പല കാരണങ്ങളാണ്. ഈ മാനസികാസ്വാസ്ഥ്യമുള്ളവർ ഇങ്ങനെ വെടിയുതിർക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ട്രംപിൻ്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട് എതിർപ്പുള്ള വലിയൊരു വിഭാഗം ഇപ്പോൾ അമേരിക്കയിലുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെയാണ് ട്രംപിനെതിരെ അങ്ങനെ ഒരു വികാരം അമേരിക്കയിൽ ഉയരുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. മാത്രമല്ല, ട്രംപിൻ്റെ അനുയായിയായിരുന്ന ക്രിക്കിനെ ഒരു പൊതുയോഗ സ്ഥലത്ത് വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായി. ഇങ്ങനെ തുടരെ അവിടെ രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെയോ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെയോ ഒക്കെ തന്നെ വെടിവെപ്പ് ഉണ്ടാകുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ 2 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അക്രമിയെ പിടികൂടിയിട്ടുണ്ട്. എന്താണ് വെടിവെപ്പിന് കാരണമായതെന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. അതേക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ അക്രമിക്ക് ഈ സുരക്ഷാ സേനയുടെ വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. അനുശ്രീ, വിനോദ്, ഈ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങൾ, വെടിവെപ്പുകൾ, ഇത് സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച കൂടിയാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അമേരിക്കയെ സംബന്ധിച്ച് ലോക പോലീസ് എന്ന് അവർ അവകാശപ്പെടുകയും ആ തരത്തിലുള്ള ശക്തിയുണ്ടെന്ന് അവർ പറയുകയും ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പോലും അത്തരമൊരു അവകാശവാദവും അതീശത്വവും സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകുന്നത്. പക്ഷേ അമേരിക്കയിൽ നടക്കുന്നതാകട്ടെ ഇങ്ങനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഉള്ള സ്ഥലങ്ങളിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക്, വൈറ്റ് ഹൗസിന് സമീപം വെടിവെപ്പുണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് അതൊരു വലിയ സുരക്ഷാ വീഴ്ചയാണ്. അവിടെ വലിയ തോതിൽ ആളുകൾ ഉണ്ടായിരുന്ന സമയമാണ്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ വൈറ്റ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയമാണ്. ഈ സമയത്താണ് വൈറ്റ് ഹൗസിന് സമീപത്തേക്ക് അക്രമി എത്തുന്നതും
തുടരെ വെടിയുതിർക്കുന്നതും ഏതാണ്ട് 30 റൗണ്ട് വെടിയുതിർത്തു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തുടർന്ന് സുരക്ഷാസേന തിരികെ വെടിവെക്കുകയായിരുന്നു. ഇതിലാണ് അക്രമിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ഈ സമയം അക്രമിയുടെ വെടിവയ്പിൽ മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെ 2 പേർക്കാണ് ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി തീരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെയും നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപിൻ്റെ വിരുന്ന് സൽക്കാരത്തിനിടെ അക്രമി ആ ഹോളിനുള്ളിൽ കടന്നു കയറുന്ന സാഹചര്യം ഉണ്ടായി. അത്രയും സുരക്ഷയുള്ള സ്ഥലമാണ്. അവിടേക്കാണ് തോക്കുമായി ഒരു അക്രമിക്ക് കടന്നു കയറാൻ കഴിയുന്നത്. മറ്റൊന്ന് ഈ വാഹനവ്യൂഹം മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവർ പോകുന്ന വഴിയിൽ തുടരെ അവരെ വാഹനത്തിന് നേരെ വെടിയുതിർക്കുന്ന ഒരു സംഭവം ഉണ്ടാകുക. ഇങ്ങനെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ അവരുടെ രാഷ്ട്രീയ നേതാക്കൾ കടന്നു പോകുന്ന വഴികളിൽ വെടിവെപ്പുണ്ടാകുന്നു, അവരെ ലക്ഷ്യം വയ്ക്കുന്നു എന്നത് സേനയുടെ വീഴ്ച തന്നെയാണ്, അവരുടെ സുരക്ഷാ സംവിധാനത്തിന്റെ പാളിച്ച തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ശരി വിനോദ്, തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. വിവിധ മേഖലകളിലെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി $500 ബില്യൺ കരാറിന് ഇന്ത്യ. പ്രതിരോധം, സാങ്കേതിക വിദ്യ, കൃഷി, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലാണ് സഹകരണം. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം തുടരുകയാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഇന്ന് റൂബിയോ കൂടിക്കാഴ്ച നടത്തും. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, മാർക്കോ റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ്. കൂടുതൽ ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ടോ? കൂടുതൽ കരാറുകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കാനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ടോ? അനുശ്രീ, വളരെ സുപ്രധാനമായ കരാറിലേക്കാണ് ഇന്ത്യയും അമേരിക്കയും എത്തിച്ചേർന്നിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്, അവരുടെ സാങ്കേതിക സഹായം ഉൾപ്പെടെ ഊർജ്ജ മേഖലയിൽ ഉൾപ്പെടെ നിക്ഷേപങ്ങൾ നടത്തുന്നതിന്, അവിടെ നിന്ന് അവരുടെ സാങ്കേതിക വിദ്യ വാങ്ങുന്നതിനൊക്കെ തന്നെയാണ് ഈ $500 ബില്യൺ കരാറിൽ ധാരണയായിരിക്കുന്നത്. നമുക്കറിയാം, താരിഫ് യുദ്ധമൊക്കെ വലിയ തോതിൽ നടന്നതാണ്. അമേരിക്ക ഇന്ത്യക്ക് മേൽ 50%-ലധികം, ഏറ്റവും ഒടുവിൽ അത് ചൈനയും ഇന്ത്യയും ബ്രസീലും അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വലിയ തോതിൽ താരിഫ് ഉയർത്തിക്കൊണ്ടുള്ള നടപടികളിലേക്ക് അമേരിക്ക പോയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് മഞ്ഞുരുക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രധാനമായും പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ എടുത്ത നിലപാട് ഈ എണ്ണ പ്രതിസന്ധി, ഓയിൽ പ്രതിസന്ധി ഉണ്ടാകരുതെന്ന കാര്യമാണ്. അവിടെ റഷ്യയുടെ എണ്ണ വാങ്ങുന്നതിന് നേരത്തെ അമേരിക്ക വിലക്കേർപ്പെടുത്തിയിരുന്നു. അത് മാറ്റിക്കൊണ്ട് പിന്നീട് തീരുമാനമായി. ഇപ്പോഴും ആ വിലക്ക് മാറ്റിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയാണ്. പക്ഷേ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആവശ്യം വെനസ്വേലൻ എണ്ണ ഇന്ത്യ വാങ്ങണമെന്നതാണ്. ഇപ്പോൾ മാർക്കോ റൂബിയോയുടെ സന്ദർശനം 4 ദിവസത്തേക്കാണ്. ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വളരെ താമസിയാതെ വെനസ്വേലയുടെ പുതിയ പ്രസിഡന്റ് മർഡോയെ അവർ ഒഴിവാക്കിയിരുന്നു, പിടികൂടിയിരുന്നു. അതിനുശേഷം അവിടെ അമേരിക്കയുടെ താല്പര്യപ്രകാരം വെച്ച പ്രസിഡന്റാണ് അദ്ദേഹം. അധികം താമസിയാതെ ഇന്ത്യയിലേക്ക് എത്തും. തുടർന്ന് ചർച്ചകൾ നടക്കും. വെനസ്വേലയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, റിഫൈനറീസിൻ്റെയൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട്. അവിടുത്തെ ഒരു സംസ്കരണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇറാനിൽ നിന്നോ റഷ്യയിൽ നിന്നോ വാങ്ങുന്നത് പോലെ അല്ല, അതിൻ്റെ എണ്ണയുടെ സ്വഭാവം മാറ്റമുള്ളതുകൊണ്ട് റിഫൈനറീസിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിൻ്റെ നടപടികളും മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി ഇപ്പോൾ ഒരു സഹകരണത്തിൻ്റെ പാതയിൽ തന്നെയാണ് ഇന്ത്യ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. നേരത്തെ ട്രംപ് ചൈനയിൽ സന്ദർശനം നടത്തിയിരുന്നു. അവിടെയും വലിയ കരാറുകളിലേക്ക് പോയി. ഇപ്പോൾ $500 ബില്യൺ കരാറാണ് ഇന്ത്യയുമായി ഒപ്പുവെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ പ്രതിരോധ മേഖല, അതോടൊപ്പം ഊർജം, സാങ്കേതിക വിദ്യ, AI മേഖല, അങ്ങനെ പല കാര്യങ്ങളിൽ ആയാണ് ഈ ഒരു കരാറിലേക്ക് പോയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള അങ്ങനെ ഒരു നിക്ഷേപം അമേരിക്കയെ സംബന്ധിച്ച് അവർക്കും വലിയ ആഹ്ലാദം പകരുന്നൊരു കാര്യമാണ്. കാരണം കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് അവരുടെ രാജ്യത്തേക്ക് നിക്ഷേപം എത്തുന്നു എന്നത് ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഹിതപരിശോധനയിലേക്ക് അമേരിക്ക പോവുകയാണ്. ആ ഒരു ഘട്ടത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപം അമേരിക്കയിലേക്ക് എത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റൂബിയോയുടെ സന്ദർശനം 4 ദിവസത്തേക്കാണ്. അദ്ദേഹം ജയ്പൂരും ആഗ്രയും കൊൽക്കത്തയിലാണ് അദ്ദേഹം ആദ്യം എത്തിയത്. തുടർന്ന് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കൂടുതൽ തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് ചർച്ചകൾ കടക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. മാത്രമല്ല, പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഇന്ത്യ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നൊരു ആവശ്യമാണ്. അതിന്മേലുള്ള ചർച്ചയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അനുശ്രീ, വിനോദ്, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി ഉറപ്പുള്ളതാക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട് മാർക്കോ റൂബിയോയുടെ ഈ കൂടിക്കാഴ്ചയ്ക്ക്. അപ്പോൾ ഈ വാണിജ്യ വ്യവസായ മേഖലകളിൽ, അതുപോലെ തന്നെ ഊർജ്ജ മേഖലകളിലൊക്കെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ മേഖലയിലെ നിക്ഷേപം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ തന്നെ നമുക്കറിയാം, റിലയൻസിൻ്റെ വലിയൊരു നിക്ഷേപം അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. അദാനിക്ക് മേൽ നേരത്തെ അമേരിക്ക ചുമത്തിയിരുന്ന ചില കേസുകളുണ്ട്. അതെല്ലാം തന്നെ ഒഴിവാകുന്ന സാഹചര്യമുണ്ട്. അതായത് ഇന്ത്യയിലെ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് മേൽ ഉണ്ടായിരുന്ന സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ അമേരിക്കയിലേക്ക് പോവുകയും
നേരത്തെ ഉണ്ടായിരുന്ന അമേരിക്കയുടെ ചില തടസ്സങ്ങൾ ഒഴിവാകുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യയുമായി കൂടുതൽ ഊഷ്മളമായ ഒരു ബിസിനസ് സാഹചര്യങ്ങളിലേക്കാണ് അമേരിക്ക എത്തുന്നത്. അത് സ്വാഭാവികമായും ഇരു രാജ്യങ്ങളെ സംബന്ധിച്ചും മെച്ചമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല, ഈ ഊർജ്ജ പ്രതിസന്ധി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങിയ ശേഷം വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്തത് പറഞ്ഞത് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെ ഉപയോഗിക്കണം, നമ്മൾ സ്വയം ലോക്ക്ഡൌണിലേക്ക് പോകണം. അത് ഇന്ധനത്തിന്റെ കാര്യത്തിൽ അത്തരം സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരു ഊർജ്ജ മേഖലയിൽ മാർക്കോ റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം തുടരുകയാണ്. ഇന്ന് അദ്ദേഹം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വി വിനോദാണ് കൂടുതൽ വിവരം നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ പോലീസ് തലപ്പത്തും അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്നു. കഴിഞ്ഞ ദിവസം IAS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് തലപ്പത്തും നിർണായക അഴിച്ചുപണിക്ക് സാധ്യതയേറുന്നത്. ക്രമസമാധാന ചുമതലയിലും ഇന്റലിജൻസ് തലപ്പത്തും ഉൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, IAS തലപ്പത്ത് കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള അഴിച്ചുപണി ഉണ്ടായി. ഇപ്പോഴിതാ പോലീസ് തലപ്പത്തും അഴിച്ചുപണിക്കുള്ള സാധ്യതകൾ ഏറുകയാണ്. ആരൊക്കെ എവിടേക്കായിരിക്കും മാറുക, എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ സംഭവിക്കുക പോലീസ് തലപ്പത്ത് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ തരത്തിലുള്ള ട്രാൻസ്ഫറുകൾ, സ്ഥലമാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുവെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മുഖവിലേക്കെടുക്കാതെ തന്നെയാണ് കഴിഞ്ഞ ദിവസം IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റമുണ്ടായിരിക്കുന്നു. ഇന്നലെ തന്നെ ആഭ്യന്തരമന്ത്രി പോലീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു. അപ്പോഴും ഈ സ്ഥലമാറ്റങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ അദ്ദേഹത്തോട് ആരാഞ്ഞപ്പോൾ അതൊക്കെ യൂഷ്വൽ പ്രൊസീജിയറിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം അതിന് നൽകിയ മറുപടി. എന്തായാലും ആ ഒരു ഉന്നതതല യോഗത്തിന് ശേഷമാണ് സർക്കാരിന്റെ പോലീസ് നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പോലീസ് തലപ്പത്തും നിർണായകമായ അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGPയെയും അതോടൊപ്പം ഇന്റലിജൻസ് മേധാവിയും വിജിലൻസ് മേധാവിയും അടക്കം ഒരുപക്ഷെ മാറ്റി നിയമിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. തലപ്പത്തെ പ്രധാനപ്പെട്ട അഴിച്ചുപണികൾ അതായിരിക്കാം. അടുത്ത വർഷം ജൂൺ മാസം വരെ നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ കാലാവധിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒഴികെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ പരസ്പരം മാറ്റി മറ്റ് തസ്തികകളിലേക്ക് നിയമിക്കുന്ന നടപടികളായിരിക്കും ഒരുപക്ഷെ നടക്കാൻ സാധ്യത. കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് ഉന്നതതല യോഗം ചേർന്നതിന് സമാനമായി വിജിലൻസ് ആസ്ഥാനത്തും ആഭ്യന്തരമന്ത്രി എത്തുന്നുണ്ട്. അവിടെയും വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഉൾപ്പെടെയുള്ള വിജിലൻസ് തലപ്പത്തെ മുഴുവൻ ഉദ്യോഗസ്ഥരുമായ യോഗത്തിൽ പങ്കെടുക്കണം എന്നാണ് നിർദ്ദേശം. അതായത് വിജിലൻസിലും സമാനമായ തരത്തിലുള്ള മാറ്റങ്ങൾ, പരിഷ്കാരങ്ങൾ, മുഖമിരിക്കലുകളൊക്കെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. എന്തായാലും പോലീസ് തലപ്പത്തും അതോടൊപ്പം താഴെത്തട്ടിലേക്കും സമഗ്രമായ ഒരു അഴിച്ചുപണി ഉണ്ടാകും. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ CIമാർക്ക് സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ ചുമതല നൽകുന്നതിന് പകരം അത് SIമാർക്ക് നൽകാനുള്ള ഒരു തീരുമാനം കൂടിയായാൽ അതൊരു ചരിത്രപരമായ തീരുമാനമായി മാറും. കാരണം ഒരിക്കൽ CIമാർക്ക് സ്റ്റേഷനുകളുടെ ചുമതല നൽകുന്ന തീരുമാനം നടപ്പിലാക്കിയത് വലിയ പ്രതിസന്ധികൾക്കിടയിലാണ്. അതുമായി ബന്ധപ്പെട്ട പ്രായോഗികമായ തടസ്സങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും തിരികെ SIമാരിലേക്ക് സ്റ്റേഷനുകളുടെ ചുമതല നൽകണമെന്ന ശുപാർശ ഉണ്ടാകുകയും അഭിപ്രായം ഉയരുകയും അത് പഠിക്കുന്നതിനായി പോലീസ് ആസ്ഥാനത്തെ ADGP അടങ്ങുന്ന 5-അംഗ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. അവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വൈകാതെ തന്നെ ആ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. എന്തായാലും സമഗ്രമായ ഒരു അഴിച്ചുപണിക്ക് തന്നെയാണ് പോലീസിലും കളമൊരുങ്ങുന്നത്. ശരി, ഡാൻ തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർക്കെതിരെ വധശ്രമം അടക്കം ചുമത്താൻ SIT. വകുപ്പ് തല നടപടിക്കും ശുപാർശയുണ്ട്. ADGP MR അജിത് കുമാറിനെതിരെയും അന്വേഷണം വന്നേക്കും. അതേസമയം ഭരണമാറ്റത്തിന് പിന്നാലെ പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണിക്കും കളമൊരുങ്ങുകയാണിപ്പോൾ. ഡാൻ കുര്യൻ തന്നെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണത്തിനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതേസമയം തന്നെ ഈ അജി ജുവൽ കുര്യാക്കോസും MLA AD തോമസും അടക്കം അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അതിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു അത്. അങ്ങനെ നോക്കുമ്പോൾ അന്വേഷണത്തിനുള്ള സാധ്യത വർദ്ധിക്കുകയല്ലേ? SITക്ക് മൊഴി നൽകുന്നതിനിടെയാണ് ആലപ്പുഴയിൽ പോലീസ് മർദ്ദനത്തിന് ഇരയായ AD തോമസ് MLAയും അതോടൊപ്പം അജയ് ജുവൽ കുര്യാക്കോസും സംസ്ഥാനത്തിന്റെ
നിർണായകമായ പദവിയിലുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിനെതിരെ നിർണായകമായ ഒരു മൊഴി നൽകിയിരിക്കുന്നത്. ആ മൊഴിയിൽ പറയുന്നത് ഈ റിപ്പോർട്ട് തിരുത്താൻ ADGPയുടെ സമ്മർദ്ദം ഉണ്ടായി. ആദ്യം സമർപ്പിച്ച റിപ്പോർട്ട് വലിച്ചു കീറി ADGP എന്ന തരത്തിലാണ്. അതിൽ ഗുരുതരമായ പരാമർശങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന കണക്കിലെടുത്തുകൊണ്ടാണ് അന്വേഷണം MR അജിത് കുമാറിന്റെ ഇടപെടലുകളിലേക്ക് കൂടി നീളുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യമാണ്, മുഖ്യമന്ത്രിയുടെ 2 ഗൺമാൻമാരടക്കം 5 പേരാണ് ഈ കേസിൽ പ്രതികൾ. അതിൽ അനിൽകുമാറും സന്ദീപും അവരാണ് പ്രധാനമായി ഈ മർദ്ദിക്കുന്നത്. ആ ദൃശ്യങ്ങളായിരുന്നു മാധ്യമങ്ങളുടെ അടക്കം പുറത്തുവരികയും ചെയ്തിരുന്നത്. അവർക്കെതിരെ വകുപ്പ് തല നടപടി കൂടി അടിയന്തരമായി ഉണ്ടാകാനാണ് സാധ്യത. സസ്പെൻഡ് ചെയ്ത ശേഷം വകുപ്പ് തല നടപടി ഉറപ്പുവരുത്താനുള്ള ഒരു നീക്കമായിരിക്കും ഉണ്ടാകുക. എന്തായാലും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും SIT അടിയന്തര റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ. എന്തായാലും കടുത്ത നടപടി ഇവർക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യം ഏതായാലും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ ഖേൽക്കർ ഇന്ന് ചുമതലയേൽക്കും. പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെയാണ് ചുമതലയേൽക്കൽ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിവസമായിട്ടും ചുമതല ഏറ്റെടുക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന ഡോക്ടർ രത്തൻ ഖേൽക്കറെ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയാക്കിയതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. ചീഫ് ഇലക്ടറൽ ഓഫീസറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണ എന്നതുപോലെ ഇത്തരമൊരു നിയമനം നടത്തിയ അനുഭവം കേരളത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDFന് വേണ്ടി കമ്മീഷൻ പക്ഷപാതപരവും ദുരൂഹവുമായ പല നടപടികളും സ്വീകരിച്ചുവെന്ന LDF ആരോപണം ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. KPCC അധ്യക്ഷ പദവിക്ക് അവകാശവാദം ഉന്നയിച്ച ഡൽഹിയിലേക്ക് സംസ്ഥാന നേതാക്കളുടെ ഒഴുക്ക്. കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി തുടങ്ങിയ പേരുകൾക്കൊപ്പം ജോസഫ് വാഴയ്ക്കിനു വേണ്ടി രമേശ് ചെന്നിത്തലയും നീക്കം ശക്തമാക്കിയിരിക്കുകയാണ്. KC പക്ഷം മാത്യു കുഴൽനാടന് വേണ്ടിയും സമ്മർദ്ദം സജീവമാക്കിയിട്ടുണ്ട്. KPCCയിലെ അഴിച്ചുപണിക്ക് പുറമെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച DCC അധ്യക്ഷന്മാരെയും ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റിയേക്കുമെന്നാണ് സൂചന. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ടിനി ടോം അൻസിബ വിവാദത്തിൽ അമ്മയിൽ ഇന്ന് കൂടുതൽ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തന്റെ കരിയർ തകർക്കാനാണ് ടിനി ടോം ശ്രമിച്ചതെന്നും ടിനിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്നുമാണ് അൻസിബ ആവശ്യപ്പെട്ടത്. അൻസിബ അതേസമയം ഇതിൽ അൻസിബയുടെ വാക്കുകൾ കൂടി പുറത്തു വന്നിരുന്നു. അതിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. എന്ത് ആസൂത്രിത നീക്കം! ഞാൻ ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു പ്രോഗ്രാം ഷൂട്ടിന് പോയതാണ്. ലേറ്റ് നൈറ്റ് 1:30 വരെയൊക്കെ ഷൂട്ടാണ്. അതിൻ്റെ ഇടയിൽ എന്ത് ആസൂത്രണം ചെയ്യാൻ? എന്നെ വിളിക്കുന്ന ആർക്കും പോലും കിട്ടില്ല. ഞാൻ സിനിമ പോലും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് എന്ത് ആസൂത്രണം ചെയ്യാൻ? അവിടെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കെതിരെ മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യാജ പരാതി കൊടുത്തു. അന്ന് ഞാൻ മാക്സിമം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ പരാതി അയച്ചതാണ്, ഞാൻ പറഞ്ഞതാണ് ഇത് നിങ്ങൾ അന്വേഷിക്കണം എന്ന്. 2 ഭാരവാഹികൾ തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നാണ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. ടിനി ടോം ചേട്ടൻ ഗ്രൂപ്പിൽ വന്ന് മെസ്സേജ് ഇട്ടത് ഇങ്ങനെയുള്ള ഊള കേസൊന്നും ഇവിടെ എടുക്കാൻ പറ്റൂല എന്നാണ്. അങ്ങനെ എനിക്ക് അവിടെ ഒരു നീതി കിട്ടിയിട്ടില്ല. ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയി 3 മണിക്കൂറാണ് ഹറാസ് ചെയ്യപ്പെട്ടത്. എന്നെ പോലീസ് സ്റ്റേഷനിൽ തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ എന്നെ കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഗൂഢാലോചന ഉണ്ട്. ആ ഗൂഢാലോചന എല്ലാവരും തെളിയിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇസ്ലാമിലേക്ക് ടിനി ടോം എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഡ്രൈവറെയും ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെയും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തു എന്നാണ് പറഞ്ഞത്. അടുത്തത് ആരോപണം. പിന്നെ അവിഹിത കഥകളുടെ ഘോഷയാത്ര, നമ്മുടെ കുടുംബസംഗമത്തിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഒരു മതസ്ഥാപനത്തിനും കൊടുക്കരുത് എന്ന് പറഞ്ഞ ആ സമയം തൊട്ട് ഞാൻ വർഗീയവാദിയാണ്. ആ സമയം തൊട്ട് അത് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ ഒരാഴ്ചക്കകത്താണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ വ്യാജ പരാതി പോയത്. ഇത്രയൊക്കെ നടക്കുമ്പോൾ ഗൂഢാലോചന ഏത് ഭാഗത്തുനിന്നാണ് വന്നതെന്ന് തിരിച്ചും ചിന്തിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഇനി ഞാൻ ഫ്യൂച്ചറിൽ എന്തൊക്കെ അനുഭവിക്കാൻ പോകണമെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ. അതേസമയം വിവാദത്തെക്കുറിച്ച് അറിയില്ലെന്നും അൻസിബ സഹോദരിയെ പോലെയാണെന്നുമാണ് ടിനി ടോം പ്രതികരിച്ചത്. അൻസിബ ഹസന്റെ ആരോപണം അമ്മ അധ്യക്ഷ ശ്വേതാ മേനോൻ തള്ളി. മെയ് 12-ാം തീയതി അക്സെപ്റ്റ് ചെയ്ത ഒരു റെസിഗ്നേഷൻ ഇന്നെന്ത് ദിവസമാണ്? മെയ്
23rd. Apo, why not before this? Why only today? I mean, I'm feeling bad because our kutti bhayangara hardworking and a very good EC member aanu. Nalla hardworking kuttiyanu, and it's very sad that I have to say this because media vadi njan arnondu njan media il idinte uttaram theyana. 17 aalkaril oralu kettu. Okay, so why not the other 15 ആൾക്കാരും? അൻസിബയും കേട്ടിട്ടില്ല. അൻസിബന്റെ സ്വന്തം നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞത് അൻസിബ കേൾക്കാത്ത വാക്കുകളാണ് അൻസിബയോട് പറഞ്ഞത്. സോ വൈ നമ്മൾ അൻസിബ എനിക്ക് തോന്നുന്നു ജനറൽ സെക്രട്ടറി 2 പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. യെസ്, 100%. ടിനി ടോമിനെതിരെ നടി നീന കുറുപ്പും അമ്മയ്ക്ക് പരാതി നൽകി. കുടുംബസംഗമത്തിൽ ടിനി അപമാനിച്ചുവെന്നാണ് പരാതി. ടിനി ടോം അൻസിബയെ അപമാനിച്ചത് താൻ കേട്ടിരുന്നതായും നീന കുറുപ്പ് പരാതിയിൽ പറയുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇന്നലെയായിരുന്നു അൻസിബ ഇത്തരത്തിൽ ടിനി ടോമിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നത്. എന്നാൽ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യമായിരുന്നു അമ്മയുടെ ഭാഗത്ത് നിന്നുമുണ്ടായത്, ശ്വേതാ മേനോന്റെ ഭാഗത്ത് നിന്നുമുണ്ടായത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അൻസിബ ഇതിലൊരു ഗൂഢാലോചനയുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ. അമ്മ വിവാദവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ നിശ്ചയമായും ഇത് ഈ സംഘടനയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ആ രീതിയിലേക്ക് വിവാദങ്ങളുടെ ഒരു കൂട് തന്നെയാണ് തുറന്നുവിട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയ അവരെ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു എന്നതാണ്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് മാധ്യമപ്രവർത്തകരെ കാണുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ മറ്റൊന്നുകൂടി ഈ നീന കുറുപ്പിൻ്റെ കൂടി പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. അത് ടിനി ടോമിനെതിരെ തന്നെയാണ് ഈ പരാതി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണോ അൻസിബ പറഞ്ഞത് അത് അക്ഷരം പ്രതി ശരിവയ്ക്കുന്നതാണ് അവരുടെ ഒരു പരാതി. അവർ കൃത്യമായി ഈ പരാതിയിൽ പറയുന്നു, അമ്മയുടെ ഈ പൊതുയോഗം നടന്ന സമയത്ത്, ഫെബ്രുവരിയിൽ നടന്ന സമയത്ത് തനിക്കെതിരെ വലിയ രീതിയിൽ തന്നെ ടിനി ടോം തനിക്കെതിരെ അസഭ്യവർഷം നടത്തുകയും തന്നെ കയ്യേറ്റം ചെയ്യുമോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. മറ്റുള്ളവർ പിടിച്ചു മാറ്റിയത് കൊണ്ടാണ് തനിക്കെന്ന മർദ്ദനമേൽക്കാതിരുന്നത് എന്നതുകൂടി ഈ അമ്മയുടെ ഈ ഭാരവാഹിത്വത്തിലുള്ളവരിൽ നിന്ന് ഈ രീതിയിലുള്ള പെരുമാറ്റമുണ്ടായതുകൂടി നീന കുറുപ്പിൻ്റെ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ടിനി ടോമിനെതിരെ തന്നെയാണ് കൃത്യമായ രീതിയിൽ തന്നെ പരാതി പറയുന്നത്. ഇത് ടിനി ടോമിൽ നിന്ന് മറ്റുള്ളവർക്കും ഇത്തരം മോശം അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഈ രീതിയിൽ ഇയാൾ പെരുമാറുന്നത് ഒരു പതിവ് രീതിയിലേക്കെല്ലാം തന്നെ പോവുകയാണ്. ഇയാൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നീന കുറുപ്പ് പരാതി നൽകിയതുമാണ്. അമ്മ പ്രസിഡന്റിന് പരാതി അയച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും നടപടിയെടുത്തില്ല. അങ്ങനെ ഇന്നലെ അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പറഞ്ഞ ആ രീതി അവർക്ക് പരാതി കാര്യമായി ലഭിച്ചിട്ടില്ലെങ്കിൽ ഇത്തരം പരാതികൾക്ക് ഒരു നടപടിയെടുക്കാനായിട്ട് ഉറപ്പുള്ളൊരു നേതൃത്വമല്ല അമ്മയുടേതെന്ന് അടിവരയിടുന്നതാണ് ഈ രീതിയിൽ ഇപ്പോൾ പുറത്തു വരുന്ന സംഭവങ്ങൾ. അവർ കൃത്യമായും ഇന്നലെ അൻസിബ പറഞ്ഞതുപോലെ ടിനി ടോമിനൊപ്പം നിൽക്കുന്ന ഒരു വലിയ ഗ്രൂപ്പുണ്ട്. ടിനി ടോം ഒരു സ്വാധീന ശക്തിയാണ്, മറ്റുള്ളവരെ തകർക്കാൻ പോകുന്നൊരു ശക്തിയാണ് സംഘടനയിൽ എന്നെല്ലാം തന്നെ അവർ പറയുന്നത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ്. കാരണം ഇതുപോലൊരു പരാതി ഉണ്ടായിട്ട് ഒരു നടപടിയും ഇല്ലാതെ പോകുന്നു, അല്ലെങ്കിൽ ഈ പരാതിയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ലാത്ത ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നു. നീന കുറുപ്പ് നേരത്തെ തന്നെ പരാതി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്. അതിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ അൻസിബയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ പലതിനും താൻ സാക്ഷിയാണ്, തനിക്കിത് അറിയാമെന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. ഈ ഒരംഗത്തിന് എതിരെ നടത്തിയ ഈ ഒരു പരാമർശങ്ങൾ തീർത്തും അവഹേളിക്കുന്ന രീതിയിൽ, അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ നടത്തിയ പ്രസ്താവനകൾ, ഇതിനെല്ലാം തനിക്കും കൂടി അറിയാവുന്നതാണ് ഇങ്ങനെ ഈ ടിനി ടോം നടത്തുന്ന കാര്യങ്ങൾ എന്നെല്ലാം തന്നെ അതിൽ പരാതിയിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും അമ്മ നേതൃത്വം അതിനെതിരെ ഒരു നടപടിക്ക് പോലും വന്നിട്ടില്ല എന്ന് തന്നെയാണ്. അതിൽ ടിനി ടോമിൻ്റെ ഒരു അപ്രമാദിത്വമോ മറ്റെന്തെങ്കിലും ആവാം അതിനുള്ളൊരു കാരണം. ഇന്നലെ ടിനി പറഞ്ഞത് അൻസിബ തനിക്ക് സഹോദരിയെ പോലെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ വളരെ വാചാലനായി അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ നീന കുറുപ്പിൻ്റെതടക്കമുള്ള പരാതികൾ പുറത്തു വരുന്നൊരു പശ്ചാത്തലത്തിലുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ അമ്മയിൽ നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സുനിശ്ചിതമാണ്. കാരണം പുതിയ ഭരണസമിതി അധികാരമേറ്റ സമയം മുതൽ തന്നെ ഈ രീതിയിലുള്ള ചില പരാമർശങ്ങൾ കുറച്ച് അവരുടെ ഒരു
തുടക്കത്തിന് ശേഷം പിന്നീട് പല കോണുകളിൽ നിന്നായിട്ട് പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിരുന്നു. അമ്മ പ്രസിഡന്റ് ഒരു നടപടിയും എടുക്കാതെ പോകുന്ന ഒരാളാണ്, ഒരു പാവ പ്രസിഡന്റാണ് എന്ന രീതിയിൽ അടക്കമുള്ള ഒരു പരാമർശങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് ശരിവെച്ച് പോകുന്ന രീതിയിലേക്കാണ് വരുന്നത്. കാരണം ഈ പരാതിയിലടക്കം നടപടികൾ ഉണ്ടാകുന്നില്ല, അവർക്ക് മുകളിൽ ആരോ നിയന്ത്രിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇത്തരം വരുന്ന പരാതികളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് അവർ തയ്യാറാകുന്നില്ല. അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് മൂടിവെക്കുക, പുറത്തേക്ക് വരാതെ പരമാവധി അത് മൂടിവെക്കുക എന്ന രീതിയിൽ തന്നെയാണ് ഇവരൊരു പ്രവർത്തനങ്ങളെല്ലാം തന്നെ പോകുന്നത്. പക്ഷേ അത് അതിൻ്റെ ഒരു മൂർധന്യതയിലെത്തിയിരിക്കുന്നു, അതിൻ്റെ പരമാവധിയിലെത്തിയിരിക്കുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. വരും മണിക്കൂറുകളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഡാനിപ്പോളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ നാളെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. നിലവിൽ പുനരധിവാസം അടക്കമുള്ളവയിൽ ചർച്ചകൾ തുടരുകയാണ്. മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഭൂവുടമയും പോലീസുമായും ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക കുടിയൊഴിപ്പിക്കൽ നിർത്തിവെച്ചത്. അതേസമയം മലയിടം തുരുത്ത് നിവാസികൾക്ക് പിന്തുണയുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. ഡാനിപ്പോൾ തന്നെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഈ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? അതേസമയം തന്നെ ഇപ്പോൾ പിന്തുണയുമായി പ്രതിപക്ഷം കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. മലയിടം തുരുത്ത് അത് കുടിയൊഴിപ്പിക്കൽ പോലീസ് നടപടി, അന്ന് ആ നടപടികൾ അതിൻ്റെ രീതികൾ കുറച്ച് കടുത്തുപോയെന്ന് പൊതുസമൂഹം തന്നെ വിലയിരുത്തുന്നൊരു പശ്ചാത്തലമാണ് ഇപ്പോഴുള്ളത്. ഈ രീതിയിൽ പോലീസ് ഇടപെടണമോ എന്നതുപോലും വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം ഏറ്റവും അടുത്ത മണിക്കൂറുകളിൽ തന്നെ സർക്കാർ ഇതിനോട് അനുകൂലമായിട്ട്, അതായത് ഈ ഉന്നതിയിലെ നിവാസികൾക്ക് അനുകൂലമായിട്ട് പ്രതികരിച്ചു തുടങ്ങിയെന്നാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വസ്തുത. കാരണം പിന്നീട് തുടർ നടപടികൾ ഉണ്ടാകില്ല എന്ന് അന്ന് മന്ത്രിതല ചർച്ച റോജി എം ജോണിനെയാണ് ഇക്കാര്യത്തിൽ മന്ത്രി ചർച്ചകൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. മന്ത്രി റോജി എം ജോണിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ സമരസമിതിയും ഭൂവുടമയും എല്ലാവരുമായിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് രാത്രി തന്നെ തീരുമാനമെടുത്തിരുന്നു, ഇനി ഒരു നീക്കം അത് കോടതി വ്യവഹാരങ്ങൾ, പ്രത്യേകിച്ച് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സർക്കാർ കോടതിയിൽ അപ്പീൽ നൽകുകയാണ്. അപ്പോൾ അത് കേട്ടതിന് ശേഷം മാത്രമേ ഇനിയുള്ള ഒരു ഒഴിപ്പിക്കൽ നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്ന് അന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. ആ രാത്രി ചർച്ചയിൽ തന്നെ തീരുമാനിച്ചിരുന്നു. അതനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസവും അവിടെ സമരസമിതി അനുകൂലമായിട്ട് ഇടത് സംഘടനകൾ, പ്രതിപക്ഷ സംഘടനകൾ അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഒരു പോലീസ് നടപടി ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നതടക്കം അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്ന് എം വി ജയരാജൻ അടക്കമുള്ളവർ അവിടെ സന്ദർശിക്കുന്നുണ്ട്. ഏതായാലും വലിയ പിന്തുണ അവർക്ക് വരുന്നുണ്ട്. ഈ വിഷയം ഇതൊരു നിയമപരമായൊരു വിഷയമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാം? കാരണം സുപ്രീം കോടതിയുടെ അടക്കമുള്ളൊരു അനുകൂല ഉത്തരവ് ഭൂ ഉടമയ്ക്കുണ്ട്. അപ്പോൾ അത് പാലിക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ്, ഈ ഏതെങ്കിലും രീതിയിൽ അതിൽ ഇടപെടാൻ കഴിയുമെന്നതടക്കമുള്ള കാര്യങ്ങൾ നിയമവിദഗ്ധരുമായി ആലോചിക്കുകയാണ്. അതിനുള്ള ഒരു സാവകാശം കൂടി നൽകണം എന്ന രീതിയിലായിരിക്കും സർക്കാർ കോടതിയെ സമീപിക്കുക. കുടിയൊഴിപ്പിക്കൽ, അതിന് മറ്റൊരു വഴിയുമില്ല, കുടിയൊഴിപ്പിക്കൽ മാത്രമാണുള്ളതെങ്കിൽ അവരുടെ ഒരു പുനരധിവാസത്തിനടക്കം സർക്കാർ തയ്യാറെടുക്കും. അപ്പോൾ അതിനുള്ളൊരു ബദൽ സംവിധാനങ്ങളടക്കം കണ്ടെത്തേണ്ടതുണ്ട്. ഒരു സുപ്രഭാതത്തിൽ അവരെ അവിടെ നിന്ന് രാവിലെ ഒഴിപ്പിച്ചു വിടാനായിട്ട് സാധിക്കുകയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഒരു നിയമ നടപടികളിലേക്ക്, അതിൻ്റെ ഒരു ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് അത് തീർത്തും അനിവാര്യമാണെങ്കിൽ മാത്രമേ അതിലേക്ക് കടക്കുകയുള്ളൂ. ആ നിലപാടിൽ ഭൂ ഉടമ ഉറച്ചു നിൽക്കുമോ, ഈ പരാതിക്കാരൻ ഉറച്ചു നിൽക്കുമോ എന്നതെല്ലാമാണ് ഇതിന് പരിശോധിക്കേണ്ടത്. ഇവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി ക്രമീകരിക്കും. ഏതായാലും അവരെ തെരുവിലേക്ക് ഇറക്കി വിടില്ല എന്ന് സർക്കാരും വ്യക്തമാക്കിയിരിക്കുന്നത് ഒരാശ്വാസകരം തന്നെയാണ്. ഒപ്പം അവിടെ ഇടത് സംഘടനകളുടെ നേതൃത്വത്തിലടക്കം സമരവും പ്രതിഷേധവും തുടരുകയുമാണ്. ശരി, മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നാളെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ നിലയേറ്റ ശേഷം വി ഡി സതീശന്റെ എറണാകുളത്തെ ആദ്യ പൊതുപരിപാടി ഇന്ന് രാവിലെ കടവന്ത്രയിൽ DCC സ്വീകരണം, വൈകിട്ട് മോഹൻലാൽ പങ്കെടുക്കുന്ന സ്വീകരണ പരിപാടി പറവൂരിൽ നടക്കും. പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് പറവൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന സ്വീകരണ ചടങ്ങ് ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്യും. നടൻ മോഹൻലാൽ പൗരാവലിയുടെ ആദരം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10:30 നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗങ്ങളിൽ നിന്നുള്ളവരും മതമേലധ്യക്ഷന്മാരും പങ്കെടുക്കും.
സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇടിമിന്നലോടുള്ള മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസം മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാലവർഷം അറബിക്കടലിന്റെ കൂടുതലിടങ്ങളിലേക്കും കന്യാകുമാരി മേഖലയിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ കാലവർഷം കേരള തീരത്തെത്തുമെന്നാണ് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിനും അറബിക്കടലിനും മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതും കേരളത്തിൽ മഴയ്ക്കിടയാക്കും. വരും ദിവസങ്ങളിൽ ശക്തമായ മഴയാകും ഉണ്ടാവുക. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന കാസർഗോഡ് ചാലിങ്കാൽ രാവണേശ്വരം ജംഗ്ഷനിൽ ജലബോംബായി മാറുകയാണ് കരാർ കമ്പനി അനധികൃതമായി മണ്ണെടുത്ത് രൂപപ്പെട്ട വെള്ളക്കെട്ട്. ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ജില്ലാ ഭരണകൂടം 1 കോടിയോളം രൂപ പിഴയിടുകയും പൂർവ്വസ്ഥിതിയിലാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും കളക്ടറുടെ വാക്കിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് നിർമ്മാണ കമ്പനി വെള്ളക്കെട്ട് നികത്താൻ തയ്യാറായിട്ടില്ല. കണ്ണൂർ കാസർഗോഡ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്തിനെ തുടർന്നാണ് വലിയ തോതിൽ അപകടാവസ്ഥയിൽ ജലം കെട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിവിടെ സമീപത്തായി സ്കൂൾ ഉൾപ്പെടെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് നേരത്തെ കലക്ടർ ഇത് പൂർവ്വസ്ഥിതിയിലാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും അതിനെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴും അത് അതേ സ്ഥിതിയിലുള്ളത്. കാലവർഷം കനക്കുന്നതോടുകൂടി വലിയ അപകടാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും നമ്മോടൊപ്പം ഈ പ്രദേശവാസത്തിന് ചേരുന്നു ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിലവിലൊരു സാഹചര്യം? നേരത്തെ കലക്ടറൊക്കെ ഇടപെട്ടതാണ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ വലിയ രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാക്കിയപ്പോൾ ജില്ലാതല ഉദ്യോഗസ്ഥന്മാർ കലക്ടറടക്കം എത്തുകയും വളരെ പെട്ടെന്ന് തന്നെ ഇത് പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കണമെന്ന നിർദ്ദേശം മേഘ കൺസൾട്ടൻസി നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ അവർക്ക് ഫൈനിടുകയും ചെയ്തിരുന്നു. പക്ഷേ അവർ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുല്ലുവില കൽപ്പിച്ച് ഒരു പരിപാടിയും അവർ നടത്തുന്നില്ല. അവർ പ്രവൃത്തി പൂർത്തീകരിക്കാൻ മണ്ണ് ആവശ്യത്തിന് കൊണ്ടുപോകുന്നു, ആവശ്യത്തിലൂടെ കൊണ്ടിടും. ഇപ്പോൾ നമുക്ക് അന്ന് കണ്ടതിൽ വെച്ച് ഒരു 0.5% പോലും, അത്ര ഒരു 20% പോലും പണി അവർ മൂടിയിട്ടില്ല. നിങ്ങൾക്ക് കാണുന്ന നോക്കാം, ഇപ്പോൾ ഇതിൽ വെള്ളം കെട്ടി നിന്നാൽ തൊട്ടടുത്ത് സ്കൂളാണ്, അതിന് ഹൈവേ കടന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാവും. ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ആണ് നമുക്ക് നാട്ടുകാരെന്ന നിലയിൽ പറയാനുള്ളത്. ഇത് ഈ പ്രദേശത്ത് എത്ര വീടുകൾ ഈ പരിസരത്തുണ്ട്? ഇത് ദേശീയപാതയായിട്ട് എത്ര അടുത്താണ് ഇത്? ദേശീയപാതയായിട്ട് 10 മീറ്റർ അടുത്താണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, 10 മീറ്റർ അടുത്താണ് ഇത് കാണുന്നത്. അടുത്താണ് ഏകദേശം ഒരു 200-250 വീടുകൾ ഇതിന് ചുറ്റുപ്രദേശത്തുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം, വീടുകൾ കാണുന്നുണ്ട്. ഇഷ്ടം പോലെ ജനങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലമാണ്. ചെറിയ കുട്ടികളുടെ LP സ്കൂളാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും അതിന് മറുപടി പറയാൻ പറ്റില്ല. നേരത്തെ നിങ്ങളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നതല്ലേ? നിലവിൽ എന്താണ് ഇനിയിപ്പോൾ ഇത് ഇത്തവണ അതിതീവ്ര മഴയാണ് പ്രവചനം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് നാട്ടുകാരെന്ന നിലയിൽ നിങ്ങളുടെ? നാട്ടുകാരൻ എല്ലാവരോടും കൂടി മൊത്തത്തിൽ ഇവിടെയുള്ള നാട്ടുകാരെ ആലോചിച്ച് പുതിയ MLAയും പഴയ MLA എല്ലാവരും ഉൾപ്പെടുത്തി ഈ സംഭവം ഈ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ എത്തിക്കാനും, അതുപോലെ തന്നെ ഇപ്പോൾ ടോൾ പ്ലാസയുടെ അടുത്ത് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ തന്നെ മൊത്തം ഇതെല്ലാം ഒന്നുകൂടി ആലോചിച്ച് യോഗം ചേർന്ന് ഈ കാര്യങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിൽ നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ദേശീയപാതയിൽ 2ാം റീച്ചിൽ, അതായത് ചെങ്കള മുതൽ തളിപ്പറമ്പ് വരെ മേഘാ കൺസ്ട്രക്ഷനാണ് ഈ നിർമ്മാണ ചുമതല. ഇവരുടെ ഭാഗത്തു നിന്നും പലയിടങ്ങളിലും ഇത്തരത്തിൽ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഉയർന്ന വിമർശനം. ഇതിൽ കലക്ടർ ഉൾപ്പെടെ ഇടപെടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് വില കൽപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങളൊക്കെ. എന്തായാലും ഭീകരമായ ഒരു സാഹചര്യം തന്നെയാണ്, ഒരു ജലബോംബ് തന്നെയാണ് ദേശീയപാതക്കരികിൽ ഇത് എന്ന് പറയേണ്ടി വരും. ഒരുപാട് സ്കൂളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന 200ഓളം വീടുകൾ ചുറ്റുപ്രദേശം കിടക്കുന്ന ഒരു പ്രദേശമാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അടിയന്തരമായി ഇതിന് പരിഹാരം കണ്ടെത്തണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. രാവണേശ്വരം ജംഗ്ഷനിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. പത്തനംതിട്ട ചെന്നീർക്കരയിൽ ഒരു വലിയ ദുരന്തത്തിന്റെ നിഴലിലാണ് 20ഓളം കുടുംബങ്ങൾ ജീവിക്കുന്നത്. തലയ്ക്ക് മുകളിലെ ജലസംഭരണി ഏത് നിമിഷവും തകർന്നു വീഴാമെന്ന അവസ്ഥയിലായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. ഭീതിയോടെ അല്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. കൺമുന്നിലെ ഈ വലിയ ഭീഷണിയെ ദിവസവും കണ്ട് ശീലിച്ചവരാണ് ഈ നാട്ടുകാർ. 50 വർഷങ്ങൾക്ക് മുമ്പ് ജല അതോറിറ്റി നിർമ്മിച്ച ജലസംഭരണി ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. ഒരു നാടിന്റെ ഉറക്കം കെടുത്തുന്ന ജലസംഭരണിയുടെ കോൺക്രീറ്റ് ഭാഗങ്ങൾ അടർന്നു വീണതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് കഴിയുന്നത്. ജലസംഭരണിയുടെ പില്ലറുകളും തകർച്ചയിലാണ്. വാട്ടർ ടാങ്കിന്റെ അപകടാവസ്ഥ നാട്ടുകാർ അധികൃതരെ അറിയിച്ചിട്ടും നടപടി മാത്രം ഇതുവരെയും ഉണ്ടായിട്ടില്ല. നടപടികൾ ഒന്നും പൂർത്തിയായിട്ടില്ല. വഴിയും വെട്ടി, ആ മലയുടെ മുകളിലേക്ക് വഴിയും വെട്ടി 75 സെന്റ് സ്ഥലവും വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. ടാങ്ക് പണിയാനുള്ള, വാട്ടർ ടാങ്ക് പണിയാനുള്ള തുടർ നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഈ ജലസംഭരണിയിൽ സംഭരിക്കാതെ പമ്പിങ്ങിലൂടെ എല്ലാ പ്രദേശത്തേക്കും ജലം എത്തിക്കാനുള്ള ഒരു ഓർഡറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ടാങ്കിൽ വരാതെ പമ്പ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് അതിനൊരു ബദൽ സംവിധാനം അവർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇതുവരെ അതിന്റെ നടപടിക്രമങ്ങളൊന്നും പൂർത്തിയായി. പമ്പ് ചെയ്യുന്നു. ഇന്നും വെള്ളം ഉണ്ടായിരുന്നു.
കുടിവെള്ളം ലഭ്യമല്ലാത്ത പ്രദേശത്ത് അപകടാവസ്ഥയിലായ ജലസംഭരണിയിൽ നിന്നാണ് വെള്ളം എത്തിക്കുന്നത്. വാട്ടർ ടാങ്ക് തകർച്ചയിലായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. പുതിയ വാട്ടർ ടാങ്ക് സ്ഥാപിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പത്തനംതിട്ട. തൃത്താല കപ്പൂരിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാവുകയാണ്. എറവക്കാട് മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തോട്ടത്തിലാണ് ഒച്ചുകളെ വ്യാപകമായി കണ്ടെത്തിയിട്ടുള്ളത്. ഒച്ചുകൾ സമീപത്തെ വീടുകളിലേക്കും പൊതുപാതകളിലേക്കും കൂട്ടത്തോടെ ഇഴഞ്ഞു കയറുന്നത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. വേനൽ മാറി മഴ പെയ്യാൻ തുടങ്ങിയതോടെയാണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം വർദ്ധിക്കുന്നത്. തൃത്താല കപ്പൂർ പഞ്ചായത്തിലെ എറവക്കാട് മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തോട്ടത്തിൽ നിന്നാണ് ഒച്ചുകൾ വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും എത്തുന്നത്. സന്ധ്യ കഴിയുന്നതോടെയാണ് ഇവ കൂട്ടമായി പുറത്തിറങ്ങുന്നത്. പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ ഇവ വ്യാപകമായി വിളകൾ നശിപ്പിക്കുന്നുണ്ട്. വാഴ, മഞ്ഞൾ, ചേമ്പ് തുടങ്ങിയ കൃഷികളെയാണ് പ്രധാനമായും ബാധിച്ചിരിക്കുന്നത്. തെങ്ങിൻ തടങ്ങളിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. കൃഷിയിടങ്ങൾക്ക് പുറമെ വീടുകളുടെ മുറ്റം, ചുമരുകൾ, വരാന്തകൾ എന്നിവിടങ്ങളിലും ഒച്ചുകൾ താവളമുറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഈർപ്പമുള്ള ജൈവാവശിഷ്ടങ്ങൾ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലും മരങ്ങൾ തിങ്ങി നിറഞ്ഞ സൂര്യപ്രകാശം കടക്കാത്ത ഇടങ്ങളിലുമാണ് ഇവ പെരുകുന്നത്. ആഫ്രിക്കൻ ഒച്ചുകളെ നശിപ്പിക്കാൻ പ്രാദേശികമായി മിത്രജീവികൾ ഇല്ലാത്തതാണ് ഇവ ഇത്രയധികം പെരുകാൻ കാരണമെന്ന് കൃഷിവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം 1 വർഷത്തോളമായി പ്രദേശത്ത് ഒച്ചുകളെ കണ്ടുവരുന്നുവെങ്കിലും ഇപ്പോഴാണ് സ്ഥിതി ഇത്രയും രൂക്ഷമായത്. ഒച്ചുകളെ നശിപ്പിക്കാനായി ഓരോ ദിവസവും 4-5 പാക്കറ്റ് ഉപ്പാണ് വീട്ടുകാർ ഉപയോഗിക്കുന്നത്. എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും ഇവയുടെ എണ്ണം കൂടി വരികയാണെന്ന് നാട്ടുകാർ പറയുന്നു. വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞാൽ രാത്രി നേരം വെളിച്ചാൽ 5 മണി വരെ ഭയങ്കര വീടിൻ്റെ ഇതിലൊക്കെ കംപ്ലീറ്റ് മെറ്റൽ വരത്തിയ പോലെ നോക്കും. അപ്പോൾ ഞങ്ങളിത് എന്താണെന്ന് നോക്കും, ഈ ഒച്ചുകളാണ്. അങ്ങനെ ആദ്യം കുറച്ചൊക്കെ ആയിരുന്നു, പിന്നെ കൂടുതലായി. അപ്പോൾ ഞങ്ങൾ ഉപ്പ് പിടിച്ച് അടുത്തുള്ള ആൾക്കാരെല്ലാവരും വിളിച്ച് രാത്രി ഒരു 9 മണി മുതൽ ഞങ്ങളൊരു 11 മണി വരെ ഉപ്പിടും. നേരം വിളിച്ചായാൽ ഇത് കംപ്ലീറ്റ് ചത്തിട്ട് വെള്ളമായിട്ട് ഒലിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം പറക്കി ഒരു ഭാഗത്ത് കൊണ്ട് കൂട്ടും, പിറ്റേ ദിവസം വേറെ സ്ഥലത്തും ഭയങ്കരമായ ഗന്ധൽ വരിക. ഇവിടുത്തെ അവസ്ഥ പറഞ്ഞാൽ ഇവിടെ എല്ലാവരും റോട്ടിലും എല്ലായിടത്തും ഇത് വെച്ചിട്ടുണ്ട്, കാണാറുണ്ട്. വീടുകളിലേക്ക് പോലും ഒച്ചുകൾ വ്യാപകമായി കയറാൻ തുടങ്ങിയതോടെ പകർച്ചവ്യാധി ഭീഷണിയുമുണ്ട്. പഞ്ചായത്ത് അധികൃതർ, ആരോഗ്യവകുപ്പ്, കൃഷിവകുപ്പ് എന്നിവർ സംയുക്തമായി അടിയന്തരമായി ഇടപെട്ട് ഒച്ചുകളെ പൂർണ്ണമായും ഇല്ലാതാക്കാനും ശാശ്വത പരിഹാരം കാണാനും നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. ന്യൂസ് 18 തൃത്താല. കൂടല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടു. ദേവാലയിലെ തേക്കുംപാടി ഗോത്ര കോളനിയിലെ മീനാക്ഷിയാണ് മരിച്ചത്. താഴെ നാടുകാണിക്ക് സമീപം പുന്നപ്പുഴയിൽ മീൻ പിടിക്കാൻ പോയ സംഘത്തിലായിരുന്നു മീനാക്ഷി ഉണ്ടായിരുന്നത്. മടങ്ങുന്ന വഴിയിൽ സംഘം കാട്ടാനയുടെ മുൻപിൽ പെടുകയായിരുന്നു. മീനാക്ഷിയുടെ ഭർത്താവ് കുമ്പിളി, ബന്ധു മണി എന്നിവർ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് വനംവകുപ്പിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകരെത്തി കാട്ടാനയെ തുരത്തിയാണ് മീനാക്ഷിയുടെ മൃതദേഹം ഊട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. മലപ്പുറം നഗരഹൃദയത്തിൽ ഫുട്ബോൾ ലോകകപ്പിന്റെ വരവറിയിച്ച് ഒരു നിർമ്മിതിയുണ്ട്. ബൈസിക്കിൾ കിക്കെടുക്കുന്ന ബൂട്ടും ഫുട്ബോളും. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുകൂടി പറഞ്ഞാലേ കൗതുകം പൂർണ്ണമാകൂ. മലപ്പുറം നഗരസഭയും ശുചിത്വ മിഷനും ചേർന്നാണ് ഈ സിഗ്നേച്ചർ സ്റ്റാച്യു നിർമ്മിച്ചിട്ടുള്ളത്. ലോക ഫുട്ബോളിന്റെ ആരവം മുഴങ്ങാൻ ഇനി കേവലം ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ മലപ്പുറം ഇപ്പോഴേ അതിന്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് മലപ്പുറം നഗരഹൃദയത്തിലാണ്, കുന്നുമ്പലാണ്. എനിക്ക് പിന്നിൽ കാണാം, ഇവിടെ ഒരു ബൈസിക്കിൾ കിക്ക് എടുക്കുന്ന ഒരു ആർട്ട്, ഒരു വേസ്റ്റ് ആർട്ട് എന്നൊക്കെ പറയാം. ഉപയോഗശൂന്യമായ കുപ്പികളെല്ലാം കൊണ്ട് നിറച്ച് ഒരു ബൈസിക്കിൾ കിക്ക് എടുക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കമ്പിയും പ്ലാസ്റ്റിക് കുപ്പികളും മാത്രമാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. വളരെ കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ള ഇത് സ്ഥാപിച്ചിട്ടുള്ളൂ എങ്കിലും മലപ്പുറത്തിൻ്റെ ഒരു സിഗ്നേച്ചറായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. മലപ്പുറം നഗരസഭയും ശുചിത്വ മിഷനും ചേർന്നാണ് ഈ ഒരു രൂപം നിർമ്മിച്ചിട്ടുള്ളത്. ഒരുപാട് പേരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ഈ ഒരു ബൈസിക്കിൾ കിക്ക് വേസ്റ്റ് ആർട്ട് സ്റ്റാച്ചു. എന്നാൽ നഗരസഭാ അധികൃതർക്ക് അതേക്കുറിച്ച് കുറച്ചധികം പറയാനുണ്ട്. നമ്മളൊരു പ്ലാസ്റ്റിക് ഫ്രീ സിറ്റി ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ബേസിക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഫ്രീ സിറ്റി ഉണ്ടാക്കുക, ഇതുവഴി അതൊരു ബോധവൽക്കരണം കൊടുക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എങ്ങനെയാണോ പെട്ടെന്ന് മനസ്സിലാവുന്നത്, മലപ്പുറത്തുകാർക്ക് ഫുട്ബോളോട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനൊരു ആശയമായി. 9 ദിവസം കൊണ്ടാണ് ഇത് നിർമ്മിച്ചതെന്നാണ് ശില്പി പറയുന്നത്. മറ്റ് ശില്പങ്ങൾ നിർമ്മിക്കുന്നത് പോലെയല്ല. പക്ഷേ മലപ്പുറത്തിൻ്റെ ഒരു ഫുട്ബോളിനോടുള്ള താല്പര്യം ഇതിൻ്റെ നിറം തിരഞ്ഞെടുക്കുന്നതിൽ അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കി. ആദ്യം അർജന്റീനയുടെ നിറം മാത്രമായിരുന്നു. പിന്നെ എല്ലാവരുടെ അഭിപ്രായം
സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിറം കൊണ്ടുവന്നത്. ഇനി ലോകകപ്പ് ഫുട്ബോൾ കഴിഞ്ഞാൽ ജയിക്കുന്ന ടീമിൻ്റെ ജേഴ്സിയുടെ നിറമായിരിക്കും ഇതിനെന്നാണ് പറയുന്നത്. ആദ്യം വന്നപ്പോൾ ഇതിൻ്റെ ബ്രസീലായിരുന്നു ഇതിൻ്റെ കളറ്. പിന്നെ അർജന്റീന, ഞാനും വൈസ് ചെയർമാനും ഒക്കെ അർജന്റീന ഫാൻസാണ്. ഞങ്ങൾ ഇടപെട്ടതിൻ്റെ അതെ. അപ്പോൾ ഇദ്ദേഹം സ്പെയിനാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? അതെ, സൗദിയാണ്. അപ്പോൾ പിന്നെ അതെ. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനി ഒരു ഇത് വേണ്ട, ഇനിയൊരു നമ്മളൊരു രസകരമായ ഒരു സംഗതി ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമ്മളൊരു ഫാൻസിൻ്റെ ഇടയിൽ ഒരു സർവേ നടത്തുക. സർവേ നടത്തി ഏറ്റവും കൂടുതൽ ഏത് ഫാൻസാണോ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ കളറ് വേൾഡ് കപ്പിനനുബന്ധിച്ച് ആ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. വേൾഡ് കപ്പ് കിട്ടുന്ന ടീമിന്റെ കളറാക്കുക. അതെ അതെ, അതാണ് ഇതിന്റെ തീം. എന്നാണെങ്കിലും മലപ്പുറം ഫുട്ബോൾ ആരവത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഒപ്പം തന്നെ പ്ലാസ്റ്റിക്കിനെതിരായ സന്ദേശം കൂടി നൽകാനാണ് ഈ ഒരു രൂപത്തിലൂടെ നഗരസഭ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ ഇതിൻ്റെ മാതൃക പിൻപറ്റി ഒട്ടേറെ ഇത്തരം വേസ്റ്റിൽ നിന്ന് ശില്പരൂപങ്ങൾ നിർമ്മിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അഖിലോട്ട് പറകൊപ്പം CB അനുമോദ്, ന്യൂസ് 18. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീന് മണ്ണാർക്കാട് നിയോജക മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് സ്വീകരണം നൽകി. മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ മന്ത്രിക്ക് കിരീടമണിയിച്ചു. മണ്ണാർക്കാട് കോടതിപ്പടി PWD ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച ജാഥ നെല്ലിപ്പുഴയിൽ സമാപിച്ചു. +1 സീറ്റ് ഏറ്റവും കുറവ് മലപ്പുറത്താണെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. ഇത്തവണ അഡീഷണൽ സീറ്റ് ആദ്യം തന്നെ അനുവദിക്കും. പിന്നെയും കുറവുണ്ടെങ്കിലാണ് ബാച്ച് അനുവദിക്കുക. ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ SSLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. +1 സീറ്റിൻ്റെ കുറവ് ചില ജില്ലകളിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് മലപ്പുറത്താണ്. അപ്പം ഞങ്ങളിപ്പോൾ തീരുമാനിച്ചത്, ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് എടുത്ത് അതിൽ തീരുമാനിച്ചത് കുറേ അഡീഷണൽ ബാച്ചുകൾ സർക്കാർ സ്കൂളുകൾ കുറേ അഡീഷണൽ ബാച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഈ അഡീഷണൽ ബാച്ചുകളിൽ ഉൾപ്പെടെ മാർജിനൽ ഇൻക്രീസും കൂട്ടി കണ്ടുകൊണ്ട് ഇത്തവണത്തെ അലോട്ട്മെൻറ്റ് നടത്താം. മറ്റത് ആദ്യം അനുവദനീയമായ സീറ്റിൽ നടത്തിയിട്ട് പിന്നെയാണ് അഡീഷണലിലേക്ക് വരിക. അതല്ലാതെ ഈ 350 അഡീഷണൽ ബാച്ച് വേണ്ടി വരും. അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് അലോട്ട്മെൻറ്റ് നടത്തുക. എന്നിട്ട് ബാലൻസ് വന്നാൽ ആ ജില്ലകളിൽ പ്രത്യേകമായ സംവിധാനം. പാലക്കാട് തൃത്താല വെള്ളിയങ്കല്ല് തടയണയുടെ പുനരുദ്ധാരണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. 33 കോടിയിലധികം ചെലവഴിച്ചാണ് നവീകരണം. മഴക്കാലത്തിന് മുൻപ് പ്രവർത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്ന് പദ്ധതി പ്രദേശം സന്ദർശിച്ച VT ബൽറാം പറഞ്ഞു. വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ ഇടതുവശത്തെ സംരക്ഷണ ഭിത്തി പ്രളയത്തിലാണ് തകർന്നത്. തുടർന്നാണ് പുനർനിർമ്മാണത്തിനായി 33.4 കോടി രൂപയുടെ അനുമതി ലഭിച്ചത്. മഴക്കാലത്തിന് മുമ്പായി കോൺക്രീറ്റ് അടിത്തറ പ്രവൃത്തി പൂർത്തിയാക്കണമെന്നും ബാക്കി പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. യജ്ഞേശ്വരം ക്ഷേത്രത്തിലെ ബലിയിടൽ കർമ്മങ്ങൾക്കായി പുഴയിലേക്ക് ഇറങ്ങുന്നതിനുള്ള പടിക്കെട്ടുകളുടെ നിർമ്മാണവും പരിഗണിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2020 തന്റെ കാലഘട്ടത്തിലാണ് പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചതെന്നും തുടർന്ന് 5 വർഷത്തോളം പ്രവർത്തികൾ നിലച്ചുകിടന്ന ശേഷം ഇപ്പോഴാണ് അവസാനഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്നും VT ബൽറാം പറഞ്ഞു. പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താനാണ് തൃത്താല MLA VT ബൽറാം സന്ദർശനം നടത്തിയത്. എത്രയും പെട്ടെന്ന് ഈ റീറ്റെയിനിങ് വാൾ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതോടൊപ്പം നേരത്തെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളിൽ നിന്നും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും അതോടൊപ്പം നാട്ടുകാരിൽ നിന്നുമൊക്കെയുള്ള ഒരു ആവശ്യം, ഇവിടെ വെള്ളിയാങ്കല്ല് ബലിതർപ്പണത്തിനൊക്കെ വലിയ പേരുകേട്ട സ്ഥലമാണ്. നിരവധി വിശ്വാസികൾ എല്ലാ വർഷവും ഇവിടെ ആ കാര്യങ്ങൾക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ അവർക്ക് കൂടി സൗകര്യപ്രദമാവുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് കൂടി ഇവരുടെ ആവശ്യമായിട്ട് ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ സാങ്കേതികത്വം പരിശോധിച്ചുകൊണ്ട് ബലിതർപ്പണത്തിന് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം കൂടി ഇതിൻ്റെ അഡീഷണൽ വർക്കായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. റിംഗ് ബണ്ട് നിർമ്മാണം, സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം, കോൺക്രീറ്റ് അടിത്തറ പുനരുദ്ധാരണം എന്നിവയാണ് വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിൽ നടന്നുവരുന്നത്. മഹാപ്രളയത്തിൽ യജ്ഞേശ്വരം ക്ഷേത്രത്തിന് സമീപമുള്ള 50 മീറ്ററോളം സംരക്ഷണ ഭിത്തി പുഴയിലേക്ക് ഇടിഞ്ഞു വീണു. തുടർന്നുള്ള മഴയിലും 2019 പ്രളയത്തിലും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. മുമ്പ് ലക്ഷങ്ങൾ ചെലവഴിച്ച് മണൽച്ചാക്കുകൾ ഉപയോഗിച്ചായിരുന്നു താൽക്കാലിക ഭിത്തിയുടെ നിർമ്മാണം. ഓരോ മഴക്കാലത്തും
ഇത് തകരുന്നത് പതിവായതോടെ സ്ഥിരം സംവിധാനത്തിനായി നാട്ടുകാർ പ്രതിഷേധത്തിലായിരുന്നു. തുടർന്നാണ് ശാശ്വത പരിഹാരത്തിനായി ഭിത്തി പുനർനിർമ്മിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. കൈവിരലിൽ മുറിവേറ്റ് മോതിരം കുടുങ്ങിയ ആദിലിന്റെ രക്ഷകരായി മാനന്തവാടി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ. ചേരിയൻകൊല്ലി മാതക്കേൽ ബിനോയിയുടെ മകൻ ആദിൽ വീടിനുള്ളിൽ കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ വാതിലിനിടയിൽ കൈവിരൽ കുടുങ്ങി മുറിവേൽക്കുകയും കൈവിരലിലുണ്ടായിരുന്ന സ്റ്റീൽ മോതിരം കുടുങ്ങുകയുമായിരുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജിൽ നിന്നും ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് മാനന്തവാടി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്രീ വിനോദ് VP, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ശശി KG, സുജിത് MS, ലിജിത് RC, ആനന്ദ് T, ഹോംഗാർഡായ ഷൈജറ്റ് മാത്യു എന്നിവർ റിംഗ് കട്ടർ ഉപയോഗിച്ച് മോതിരം മുറിച്ചുമാറ്റി. ഇതിനായി ഹോസ്പിറ്റൽ ജീവനക്കാർ കൈവിരൽ മരവിപ്പിച്ചു. മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷന് സമീപം ടോറസ് ലോറിയും മോട്ടോർ സൈക്കിളും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കൊല്ലം ഇടമൺ സ്വദേശി ബിജുകുമാറാണ് മരിച്ചത്. ബൈക്കിലൊപ്പമുണ്ടായിരുന്ന ആൾക്കും ഗുരുതരമായി പരിക്കേറ്റു. വാഴപ്പള്ളി സിവിൽ സ്റ്റേഷൻ ജംഗ്ഷന് സമീപമായിരുന്നു അപകടമുണ്ടായത്. അഗ്നിരക്ഷാസേന ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ലോറിയുടെ ഭാഗങ്ങൾ മുറിച്ചു നീക്കിയാണ് ബിജുവിനെ പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിച്ചത്. അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ഉറങ്ങിക്കിടന്ന വീട്ടമ്മയ്ക്കാണ് അന്ത്യം സംഭവിച്ചത്. പത്തനംതിട്ട പറക്കോടാണ് അപകടമുണ്ടായത്. പുലർച്ചെ 3 മണിയോടെയാണ്. മറിയം ബീവിയാണ് മരിച്ചത്. പത്തനംതിട്ടയിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് വീട്ടമ്മ മരിക്കുകയായിരുന്നു. ദാരുണാന്ത്യമാണ് സംഭവിച്ചത്. ഉറങ്ങിക്കിടന്ന വീട്ടമ്മയ്ക്കാണ് ഈ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. പത്തനംതിട്ട പറക്കോടാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? ബ്രേക്ക് നഷ്ടമായി എന്തെങ്കിലും സംഭവിച്ച അപകടങ്ങളാണോ എന്നുള്ളതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ശശി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ശശി, ദാരുണമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. എങ്ങനെയായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത്? ഈ ബ്രേക്ക് നഷ്ടമായാണോ ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിയുന്ന സാഹചര്യം ഉണ്ടായത്? അനുശ്രീ, പുലർച്ചയോടുകൂടിയാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. അടൂർ KP റോഡിലാണ്, പറക്കോട് സമീപമാണ് ഈ ടോറസ് ലോറി, തമിഴ്നാട്ടിൽ നിന്ന് ടോറസ് ലോറി നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചതിന് ശേഷമാണ് ഈ വീടിന് മുകളിലേക്ക് മറിയുന്നത്. വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന സ്ത്രീയാണ് മരിച്ചത്. എന്തായാലും ദാരുണമായ ഒരു മരണം തന്നെയാണ് ഉണ്ടായത്. അടൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിയത്. എന്തായാലും ആശുപത്രിയിലെത്തിക്കുന്ന സമയത്ത് തന്നെ മരണം സംഭവിച്ചിരുന്നു. നിയന്ത്രണപ്പെട്ടത് ബ്രേക്ക് നഷ്ടപ്പെട്ടതാണോ അത് ഡ്രൈവർ ഉറങ്ങുകയാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചതിന് ശേഷമാണ് ഈ ലോറി ഇതിന്റെ മുകളിലേക്ക് മറിഞ്ഞ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത്. മനസ്സിലായി. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലാണ് ഇത്തരമൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ആരംഭിച്ച സമഗ്ര ക്യാൻസർ ചികിത്സാ സേവനങ്ങളുടെയും സർജിക്കൽ ഓങ്കോളജി വിഭാഗങ്ങളുടെയും ഉദ്ഘാടനം വലിയ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ ക്ലീമിസ് നിർവഹിച്ചു. ക്യാൻസർ സമൂഹത്തെ മൊത്തമായി ബാധിക്കുന്ന രോഗമാണെന്നും ചിട്ടയായ ജീവിതവും ചികിത്സയുമാണ് പ്രതിരോധ മാർഗമെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. ലൈഫ് ലൈൻ ആശുപത്രി ചെയർമാൻ ഡോക്ടർ S. പാപ്പച്ചൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. റീൽസുകളിലും വ്ലോഗുകളിലും ഇന്ന് വയനാട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈറലാകുന്ന ഒരു സ്ഥലമുണ്ട്. വയനാട് തിരുനെല്ലിയിലെ നെട്ടറ. പച്ചപ്പ് നിറഞ്ഞ വയലുകൾക്ക് നടുവിലൂടെ ഒഴുകുന്ന കാളിന്തിപ്പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ ഇപ്പോൾ സഞ്ചാരികളുടെ വലിയ പ്രവാഹമാണ് ഇവിടേക്ക് എത്തുന്നത്. എന്നാൽ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകരുടെ സ്വന്തം കാർഷിക ഗ്രാമം കൂടിയാണ്. മാറ്റങ്ങളുടെ പാതയിലുള്ള നെട്ടറയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. വയനാട് ജില്ലയിലെ തിരുനെല്ലി പഞ്ചായത്തിൽ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രത്തിനോടോരം ചേർന്ന് ബ്രഹ്മഗിരിയുടെ താഴ്വാരത്തിൽ മനോഹരമായ ഒരു ഗ്രാമമുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ട്രെൻഡായ നെട്ടറ എന്ന് പറയുന്ന ഗ്രാമമാണ്. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ലെങ്കിലും നിരവധി ടൂറിസ്റ്റുകളാണ് ദിനം പ്രതി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ നെട്ടറ എന്ന ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് ഇതിലൂടെ അറിയാം.
കാടിനാൽ ചുറ്റപ്പെട്ട നോക്കത്ത ദൂരത്തോളം പച്ചപ്പ് നിറഞ്ഞ ഒരു സുന്ദര ഭൂപ്രദേശമാണ് നെട്ടറയുടേത്. വയലുകളും കൃഷിയിടങ്ങളും അതിന് നടുവിലൂടെ ഒഴുകുന്ന കാളിന്തിപ്പുഴയുടെ വശ്യമനോഹരമായ ദൃശ്യഭംഗിയും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെയാണ് ഈ കൊച്ചുഗ്രാമം വിനോദസഞ്ചാരികളുടെ മനസ്സ് കവർന്നത്. മുൻപ് മഴക്കാലത്ത് പുറം ലോകത്തു നിന്ന് ഒറ്റപ്പെട്ടിരുന്ന ഈ പ്രദേശത്തേക്ക് പുതിയ പാലവും ആധുനിക പാതയും വന്നതോടെ നെട്ടറയുടെ മുഖം തന്നെ മാറി. ഇന്ന് ഈ സുന്ദര പാതയിലൂടെ എത്തുന്ന സഞ്ചാരികളെ വരവേൽക്കാൻ വഴിയോരങ്ങളിൽ മനോഹരമായ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കാളിന്തിയിൽ നിന്നുമുള്ള തണുത്ത കാറ്റേറ്റ് മലനിരകളുടെ ഭംഗിയും കണ്ട് ഇവിടെ ഇരിക്കാം. ഒപ്പം നാടൻ രുചികളുമായി സഞ്ചാരികൾക്ക് ചുടുചായയും പലഹാരങ്ങളും വിളമ്പുന്ന കൊച്ചു കൊച്ചു ചായക്കടകൾ കൂടിയായപ്പോൾ നെട്ടറയുടെ ആതിഥേയത്വം പൂർണ്ണമാകുന്നു. ഞങ്ങൾ വരുമ്പോ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. നല്ല സുന്ദരമായ സ്ഥലം, നല്ല സീനറി, നല്ല ഉഷാറല്ലേ. എന്നാൽ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല. നെട്ടറ എന്നാൽ അതൊരു ജീവസുറ്റ കാർഷിക ഗ്രാമമാണ്. ബ്രഹ്മഗിരിയുടെ താഴ്വാരങ്ങളിൽ തൊണ്ടിയും വെളിയനും സുഗന്ധം പരത്തുന്ന ഗന്ധകശാലയുമെല്ലാം വിളയുന്ന പാടശേഖരങ്ങൾ ഈ നാടിന്റെ ഐശ്വര്യമാണ്. ആദിവാസികൾ ഉൾപ്പെടെയുള്ള കർഷകർ നൂറ്റാണ്ടുകളായി നെൽകൃഷിയെ നെഞ്ചേറ്റിയവരാണ്. മഞ്ഞുകാലത്ത് കൊയ്ത്തുപാട്ടിന്റെ ഈണങ്ങളുമായി അപ്പപ്പാറ പാടശേഖരങ്ങൾ സ്വർണ്ണക്കതിരുകളാൽ നിറയുമ്പോൾ ഇവിടുത്തെ ഗ്രാമഭംഗിക്ക് മാറ്റുകൂടും. ചുറ്റിലും കാടായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ശല്യവും വെല്ലുവിളികളും ഏറെയാണ്. എങ്കിലും കാവൽമാടങ്ങളിൽ രാപ്പകൽ കണ്ണുചിമ്മാതെ കാവലിരുന്ന് പ്രകൃതിയോട് പടവെട്ടിയാണ് ഇവിടുത്തെ മനുഷ്യർ മണ്ണിൽ പൊന്നു വിളയിക്കുന്നത്. വശ്യമായ നാട്ടുഭംഗിയും നാടൻ ചായക്കടകളിലെ വായ്ത്താരിയും കൃഷിയുടെ തനിമയും ഒത്തുചേരുന്ന നെട്ടറ ഇന്ന് തിരുനെല്ലിയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ വേറിട്ടൊരു വിലാസമായി മാറിക്കഴിഞ്ഞു. ഈ റോഡും പാലവും വന്നതോടുകൂടി ഈ പ്രദേശം വളരെ എന്താ പറയുക, ഒരു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയായി മാറി. ഈ കൃഷിസ്ഥലമാണിത്. കൂടുതലും നെൽകൃഷി എടുക്കുന്ന സ്ഥലമാണ്. ആ വയലുകളിലേക്കാണ് കുപ്പി അങ്ങനെ അടങ്ങുന്ന വേസ്റ്റുകൾ വലിച്ചെറിയുന്നത് ഈ പുഴയിലേക്കും. അപ്പോൾ അത് വരുന്ന ജനങ്ങളൊന്ന് ശ്രദ്ധിക്കുക. തിരുനെല്ലി നെട്ടറയിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്. സ്പെഷ്യൽ ഡേയിലേക്ക് ആലപ്പുഴ കോമളപുരം സ്വദേശിയായ അതിഥി ജിമേഷിന്റെ 7ാം പിറന്നാളാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അച്ഛൻ ജിമേഷും അമ്മ കലയുമാണ്. അതിഥിക്ക് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഡിവൈഎഫ്ഐ പൂവച്ചൽ മേഖലാ സെക്രട്ടറി സേതുവിന്റെ ജന്മദിനമാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് ഡിവൈഎഫ്ഐ കാപ്പിക്കാട് യൂണിറ്റ് മെമ്പേഴ്സാണ്. സേതുവിന് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.